ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് റിപ്പോർട്ടിംഗ് നോക്കിയാലോ. എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് പരീക്ഷയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പരീക്ഷ പറയുമ്പോൾ ഹൈസ്കൂളിൽ മാത്രമല്ല, ഹയർ സെക്കൻഡറിയിലും മത്സര പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിലൊക്കെ റിപ്പോർട്ടിംഗ് ആവശ്യം വരും അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മറ്റൊരു പേരാണല്ലോ റിപ്പോർട്ടഡ് സ്പീച്ച്, അതിലേക്ക് ആക്കാനൊക്കെ നമുക്ക് പഠിക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് അത്ര വലിയ അപരിചിതമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ റിപ്പോർട്ടിങ്ങിനൊക്കെ വളരെ മിടുക്കരാണ് അല്ലേ. പണ്ടത്തെ ക്ലാസ്സൊക്കെ ഓർമ്മ ഉണ്ടോ? പണ്ടല്ല, ഇപ്പോഴാണെങ്കിലും സ്കൂളിലെ കാടി ഉണ്ടാവുന്ന സമയത്ത് പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. നമ്മളതും തുടക്കം കുറിച്ചിട്ടുണ്ടാകും, എന്നാലും വേണ്ടില്ല നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, ടീച്ചറോട് റിപ്പോർട്ട് ചെയ്യും. ടീച്ചറെ അവൻ എന്നെ തെറി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടീച്ചർ സുരാജ് ഇൻസൾട്ടഡ് മീ. പോയിട്ട് ടീച്ചറോട് കംപ്ലയിൻറ്റ് ചെയ്തു. ഞാനാണ് കേട്ടോ കംപ്ലയിൻറ്റ് ചെയ്യണത്, എന്നെയാണ് തെറി വിളിച്ചത്, ഞാൻ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് അല്ലേ. ടീച്ചറുടെ അടുത്ത് നിന്ന് ആ കാര്യം പ്രിൻസിപ്പളുടെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ പ്രിൻസിപ്പാളുടെ ആകെ വേറൊരു ഭീഷണി. സുരാജിനെ വിളിച്ചു, എന്നിട്ട് പറയുകയാണ്, ഗെറ്റ് യുവർ പാരൻസ് ഹിയർ ടുമോറോ. നാളെ പാരൻസിനെ കൊണ്ടുപോവാ. അതാണ് പ്രിൻസിപ്പളുടെ ജഡ്ജ്മെൻറ്റ്. അങ്ങനെ എന്ത് ചെയ്തു, സുരാജും വീട്ടിൽ പോയി, ഞാനും വീട്ടിൽ ചെന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫാദറിനുണ്ടായ കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ സുരാജ് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാലോ പ്രശ്നമായില്ലേ. അപ്പം ഞാൻ വീട്ടിലുള്ള അച്ഛനോട് പറയുന്ന കാര്യം, ഐ ടോൾഡ് മൈ ക്ലാസ് ടീച്ചർ ദാറ്റ്, അതായത് ക്ലാസ് ടീച്ചറോട് പറഞ്ഞ കാര്യം അച്ഛനോട് വന്നിട്ട് പറയുകയാണ്. അച്ഛാ, ഞാനേ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു കേട്ടോ സുരാജിനെ തെറി വിളിച്ച കാര്യം, അവനെന്നെ അസഭ്യം പറഞ്ഞത് ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൾ അവനോട് പാരൻസിനെ കൂട്ടിയിട്ട് നാളെ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതിനെ നമ്മളൊന്ന് ഇംഗ്ലീഷീകരിച്ചാൽ മതി. അതിന് വളരെ എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞോടുകൂടി ഈ ഫില്ല് ചെയ്ത ഈ ഡാഷുള്ള ഭാഗമല്ലേ, അത് നിങ്ങൾക്ക് പൂരിപ്പിക്കാറാവും കേട്ടോ. അപ്പോൾ ഈ ചോദ്യം കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ, അതായത് പ്രസ്താവനകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചോദ്യങ്ങളൊന്നുമില്ല അല്ലേ, വെറും പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി ക്വസ്റ്റ്യൻസിനെയൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയും, അത് എക്സ്ക്ലമേറ്ററി ആണെങ്കിലും ശരി, ഓർഡർ ആണെങ്കിലും ശരി, റിക്വസ്റ്റ് ആണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതിനെ റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്താണെന്നാണ് നോക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് ഒന്നുമില്ല, എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇവിടെ കുറേ സെൻറ്റൻസ് ആണല്ലേ, അതിലത്തെ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അവൾ അപേക്ഷിച്ചു, രാജാവ് ഓർഡർ ചെയ്തു, ഇങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അതിനാണ് റിപ്പോർട്ടിംഗ്. അതായത് ഷീല സെറ്റ്, ഐ ടോൾഡ് രാജീവ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിൽ ടോൾഡ് എന്നുള്ള സംഭവം കാണാം അല്ലേ. ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടോൾഡ് എന്ന് പറയാം അല്ലേ. ഇന്ന ആളോടാണ് പറയുന്നത് എന്ന് നമുക്കറിയുമെങ്കിൽ ടോൾഡ് എന്ന് പറയാം. ഐ ടോൾഡ് രാജീവ്, അതിൻ്റെ അർത്ഥം ഐ സെഡ് ടു രാജീവ് എന്നാണ്. നമ്മളൊരിക്കലും ടോൾഡിൻ്റെ കൂട്ടത്തിൽ ടു ചേർത്തിട്ട് ടോൾഡ് ടു എന്ന് എഴുതാറില്ല. സെഡിൻ്റെ കൂട്ടത്തിൽ ടു ചേർക്കും, സെറ്റ് ടു എന്ന് പറയാം, പക്ഷേ ഒരിക്കലും ടോൾഡ് ടു എന്ന് പറയാൻ പാടില്ല. സെറ്റ് ടു മീൻസ് ടോൾഡ്, അത്രയേ ഉള്ളൂ. നേരത്തെ ഷീലയുടെ കാര്യത്തിൽ ആരോടാണ് പറഞ്ഞതൊന്നുമില്ല, അതുകൊണ്ടാണ് ഷീല സെഡ് ദാറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. ഷീല ആരോടെങ്കിലും രാജീവിനോടാണ് പറഞ്ഞതെങ്കിലോ ഷീല സെറ്റ് ടു രാജീവ്, അല്ലെങ്കിൽ ഷീല ടോൾഡ് രാജീവ് എന്ന് പറയുമായിരുന്നു. ഇവിടെ ഞാൻ ചോദിച്ചു എന്നുള്ളതിനോ, ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ആസ്ക്ഡ് എന്നുള്ളത് ചോദ്യങ്ങൾക്ക് മാത്രമല്ല പലപ്പോഴും ഉപയോഗിക്കാറ്, റിക്വസ്റ്റിനും അതുപോലെ തന്നെ ഓർഡറിങ്ങിനുമൊക്കെ സാധാരണ ചിലപ്പോൾ ഉപയോഗിച്ച് കാണുന്ന ഒരു വെർബാണ് ആസ്ക്ഡ് എന്നുള്ളത്. ഇവിടെ ഐ ആസ്ക് മൈ സുപ്പീരിയർ ഇഫ് ഐ കുഡ് ലീവ് ഏർലി. ഐ ആസ്ക് മൈ സുപ്പീരിയർ എന്നുള്ളത് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബാണ്. ഇവിടെയും ആസ്ക്ഡിൻ്റെ കൂട്ടത്തിൽ ടു ഉണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ ടു ഇല്ലാത്ത രണ്ട് വാക്കുകളുണ്ട്, ടോൾഡും ആസ്ക്ഡും. പക്ഷേ ടോൾഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചേർക്കാറുണ്ട്, ടോൾഡ് രാജീവ്. ടോൾഡിന് ശേഷം ആരോടാണോ പറഞ്ഞത് അയാളുടെ പേരുണ്ട്, അതിനുശേഷം ദാറ്റും വെച്ചിട്ടുണ്ട്. ആസ്ക്ഡിന് ശേഷം ദാറ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ജോസഫ് അഡ്വൈസ്ഡ് ഹിം, റിപ്പോർട്ടിംഗ് വെർബാണ്, ഉപദേശം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹി അഗ്രീഡ്, അതായത് എന്തെങ്കിലും നമ്മളൊരു കാര്യം അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, യെസ് എന്നാണ്. എന്തെങ്കിലും ഒരു ചോദ്യം കേട്ടിട്ട് നമ്മുടെ റിപ്ലൈ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അനുകൂലിക്കുന്നു, ഐ എഗ്രി എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ഐ ഡിസഗ്രി എന്ന് പറയാം. നോ എന്നാണെങ്കിൽ ഐ ഡിസഗ്രി എന്ന് പറഞ്ഞുകൂടെ. അവർ മാപ്പ് ചോദിച്ചു, ദേ അപ്പോളജൈസ്ഡ്. ദ ടീച്ചർ എൻകറേജ് ദ സ്റ്റുഡൻസ് അല്ലേ. ഐ പ്രോമിസ്ഡ് ഹിം, നമ്മൾ ഷുവർ എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ് പറയാറുണ്ട്, അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ പ്രോമിസ് എന്നൊക്കെ ഉപയോഗിക്കാം. ഐ വാണ്ട് ദം, നമ്മൾ പലപ്പോഴും വാണിംഗോ കൊടുക്കുന്ന സമയത്ത്. പിന്നെ റിക്വസ്റ്റ്, പ്ലീസ് എന്നൊക്കെ വരുന്ന സമയത്ത് പ്ലീസ് ഒഴിവാക്കിയിട്ട് ഈ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ് പരിചയപ്പെടുകയായിരുന്നു ഇതുവരെ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. റിപ്പോർട്ടിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ആകെ ശ്രദ്ധിക്കാൻ മൂന്നേ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പ്രോനൗൺസിലാണ്
വ്യത്യാസം വരിക. ആരോടാണ് പറയുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും സെൻറ്റൻസിൻ്റെ പ്രോനൗൺസ്. പ്രോനൗൺസ് നമുക്ക് അറിയാലോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് പഠിച്ചിട്ടുണ്ട്. ഐ, വി, യു, ഹി, ഷീ, ദേ, ഇതൊക്കെയാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ്, അതായത് പറയുന്ന ആൾ ആരാണോ, കേൾക്കുന്ന ആൾ ആരാണോ, അവരെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും മിക്കവാറും സെൻറ്റൻസ് ഉണ്ടാവുക. ഇപ്പോൾ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അതിനനുസരിച്ചിട്ട് പ്രോനൗൺസ് മാറും. പിന്നെയുള്ളത് ചേഞ്ചിങ് ടെൻസ് ഓഫ് വെർബ്സ്. എങ്ങനെയൊക്കെയാണ് ടെൻസ് മാറുക? പ്രധാനപ്പെട്ടത് ഇത്രയേ ഉള്ളൂ. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും. പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഹാഡ് പ്ലസ് വി 3 എന്നുള്ള ഫോർമാറ്റിലായിട്ട് മാറും അല്ലേ? ഹാഡ് പ്ലസ് വി 3. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ റിപ്പോർട്ടിങ് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ടൈമിൽ വ്യത്യാസം വരും. അതായത് ഒരു സെൻറ്റൻസിൽ നൗ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദെന്ന് മാറ്റേണ്ടി വരും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. സ്ഥിരമായിട്ട് നമ്മൾ ചോദ്യങ്ങളിൽ കാണാറുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. നൗ ദെൻ ആവും. ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. ടുഡേ ദാറ്റ് ഡേ, യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ, ഹിയർ ദർ ദിസ് ദാറ്റ്. ഇങ്ങനെയൊക്കെയാണ് മാറേണ്ടത് അല്ലേ? ഇപ്പോൾ ഇതൊന്ന് കുറിച്ച് വയ്ക്കുക. ഈ മൂന്ന് കാര്യങ്ങളെ പ്രധാനമായിട്ടും മാറാനുള്ളൂ. ഒന്ന് പ്രോനൗൺസിൻ്റെ കാര്യം നമ്മൾ നോക്കണം. യുവർന്നോ, ഹിസ്നോ, ഹെയർന്നോ, ഹിയോ, ഷീയോ, ഇറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെർബ് ഒന്ന് നോക്കുക. വെർബ് ഏത് ടെൻസിലാണ്? പാസ്റ്റ് ടെൻസിലാണ് വെർബെങ്കിൽ അതിനെ ഹാഡ് പ്ലസ് വി 3 എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് മാറ്റി എഴുതുക. പിന്നെ ഈ കണ്ട വാക്കുകൾ നൗന്നോ, ടുമാറോന്നോ, ടുഡേന്നോ, യെസ്റ്റർഡേന്നോ, ദിസ്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റി എഴുതുക. ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഇന്ന് അവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഈ എക്സാമ്പിൾ കണ്ട തീർച്ചയായിട്ടും മനസ്സിലാവും. ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. തമർ സെറ്റ് ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ? തമറാണ് പറയുന്നത്. തമർ നേരിട്ട് പറയുകയാണ് ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ തമർ ആരോടാണ് പറയുന്നതൊന്നുമില്ല. തമർ സെഡ് ദാറ്റ്, റിപ്പോർട്ടിംഗ് വെർബായി തമർ സെഡ് ദാറ്റ്. ഇനി ആ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലുള്ള സാധനമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇൻവെർട്ടർ കോമ പിന്നീട് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഡയറക്റ്റ് സ്പീച്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ എഴുതുകയുള്ളൂ. ഇപ്പോൾ ടമർ സ്വന്തം കാര്യമാണ് പറയുന്നത് അല്ലേ? ടമർ സെറ്റ് ഐ ആം എന്നാണ്. അതായത് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ടമർ തന്നെയാണ്. ഐക്ക് പകരമായിട്ട് നമുക്ക് എന്താ ഉപയോഗിച്ചാൽ മതി? ടമർ എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, ഹി എന്ന് ഉപയോഗിച്ചാൽ മതി. ടമർ സെറ്റ് ദാറ്റ് ഹി. പിന്നുള്ളത് വെർബാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആം എന്നുള്ളതാണ് വെർബ്. പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിനെ എന്താക്കിയിട്ട് മാറ്റേണ്ടി വരും? പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റേണ്ടി വരും അല്ലേ? ആമിൻ്റെയും മീസിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ് വാസ് ആണ് നമുക്കറിയാം. വേറെ എവിടെ ഒന്നും മാറ്റാനില്ല. എന്ത് നമ്മൾ ചെയ്തുള്ളൂ? ടമർ സെറ്റ് ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ളത് എന്താക്കി മാറ്റി? ഐ ആം എന്നുള്ളത് ഹി വാസ് എന്നാക്കി. അതായത് ഐ എന്നുള്ള പ്രോനൗൺ ടമറിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഹി എന്നാക്കി. ഐ ആം എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസ് എന്നാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സബ്ജക്റ്റും ആ സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വെർബും ആണ് കേട്ടോ. അതിനനുസരിച്ചാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി തമന്ന സെറ്റ് ടു ഋഷി. ഇവിടെ 2 പേരുണ്ട്, തമന്നയും ഋഷിയും. തമന്ന ഋഷിയോടാണ് പറയുന്നത് ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ആക്ട്. അവൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് സന്തോഷമില്ല എന്നാണ്. ഇപ്പോൾ സെറ്റ് ടു എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നുകിൽ സെറ്റ് ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ടോൾഡ് എന്ന് എഴുതാം അല്ലേ? തമന്ന ടോൾഡ് ഋഷി ദാറ്റ്. തമന്ന എന്നുള്ളത് പെണ്ണല്ലേ അല്ലേ? അതുകൊണ്ട് അതിക്ക് പകരമായിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചാൽ മതി ഷീ. വീണ്ടും ആം എന്നുള്ളത് വാസ് നായി. ഷീ വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ആക്ട്. എളുപ്പമല്ലേ? ഇപ്പോൾ പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് എഴുതുക. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ എഡ്വേർഡ് സെറ്റ് ഐ എം വാച്ചിങ് ദ ന്യൂസ്. എഡ്വേർഡ് സെറ്റ് ദാറ്റ്. ഐ എന്നുള്ളത് എഡ്വേർഡ് തന്നെയാണ്, അതുകൊണ്ട് ഹി എന്ന് പറഞ്ഞാൽ മതി. ഹി. ആം എന്നുള്ളത് എന്താക്കി? യെസ്, വാസ് ആക്കി. ഹി വാസ് വാച്ചിങ് ദ ന്യൂസ്. ഇനി ടീച്ചർ ലീഡറോട് പറയുകയാണ് യു ആർ നോട്ട് കൺട്രോളിങ് ദ ക്ലാസ്. ദ ടീച്ചർ സെറ്റ് ടു ദ ലീഡർ ദാറ്റ്, അല്ലെങ്കിൽ ടീച്ചർ ടോൾഡ് ദ ലീഡർ ദാറ്റ്. ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ടീച്ചർ ലീഡറോടാണ് പറയുന്നത്. അപ്പോൾ അവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് ലീഡർ അല്ലേ? യെസ്. ഇപ്പോൾ ലീഡർ ആണാണോ പെണ്ണാണോ എന്നതിനനുസരിച്ചിരിക്കും യു എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ലീഡർ ആൺകുട്ടിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ ഹി എന്ന് ചേർത്തു. പിന്നെ ആറിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വേർ എന്നാണ് അല്ലേ? അപ്പോൾ ആർ നോട്ട് എന്നുള്ളത് വേറെ നോട്ട് എന്നാക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഹി എന്നല്ലേ ഉള്ളത്. ഇപ്പോൾ ഹി വേറെ നോട്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഹി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? ഹി ആർ എന്ന് നമ്മൾ പറയാറില്ല. എന്തേ പറയുള്ളൂ? ഹി ഈസ് എന്നേ പറയാറുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസ് ഉപയോഗിച്ചാൽ മതി. ഹി വാസ് നോട്ട് കൺട്രോളിങ് ദ ക്ലാസ്. അടുത്ത ഇതേമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, എളുപ്പമാണ് കേട്ടോ. ഡയറക്റ്റ് സ്പീച്ചുള്ള കാര്യമാണ്. ഐ ലവ് ജെയിംസ് ബോണ്ട് ഫിലിംസ് ഷീ സെറ്റ്. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഷീ സെറ്റ് ദാറ്റ്, അല്ലെങ്കിൽ ഷീ സെറ്റ് എന്നാലും കുഴപ്പമില്ല, ദാറ്റും കൂടി ചേർത്താൽ അത്രയും നല്ലത്. ഷീ സെറ്റ് ദാറ്റ് അവൾ തന്നെയാണ് പറയുന്നത്. ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഷീ തന്നെയാണ്. ഷീ
പ്രസന്റ് ടെൻസ് ആണ് ലവ്, അതുകൊണ്ട് ഡിയും കൂടി ചേർക്കുക. ഇപ്പം എന്ത് കിട്ടും? ലൗഡ് എന്ന് കിട്ടും. ഷീ ലവ്ഡ് ദ ജെയിംസ് ബോണ്ട് ഫിലിംസ് അല്ലേ? ഷീ ലവ്ഡ് ദ ജെയിംസ് ബോണ്ട് ഫിലിംസ്. അടുത്ത ഐ ആം വർക്കിംഗ് ആസ് എ വെയിറ്റർ. ഹീ സെറ്റ് ദാറ്റ്. ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഹീ തന്നെയാണ്, അതുകൊണ്ട് ഹീ എന്ന് എഴുതാം. ആമിന് പകരം എന്താക്കാം? വാസ് എന്നാക്കാം. ഹി വാസ് വർക്കിംഗ് ആസ് എ. അടുത്തത് ദേ പ്ലേ ഇൻ ദ ഗ്രൗണ്ട്. ഹിസ് മദർ ടോൾഡ് അസ് ദാറ്റ് ദേ. വല്ല മാറ്റം വരുത്താനുണ്ടോ? പുറത്ത് കളിക്കാൻ പോയ ആരെയും ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. അത് മദറിനെയും ഉദ്ദേശിച്ചിട്ടല്ല, ഞങ്ങളെയും ഉദ്ദേശിച്ചിട്ടല്ല. അവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദേ എന്നുള്ളതിന് പ്രത്യേകിച്ച് മാറ്റം വരുത്താനുള്ള. അതുകൊണ്ട് ദേ. പിന്നെ പ്രസന്റ് ടെൻസിലാണ് പ്ലേ എന്നുള്ളത്, അതിനെന്താക്കി പാസ്റ്റ് ടെൻസ് ആക്കണം. ഇപ്പോൾ പ്ലേഡ് ഇൻ ദ ഗ്രൗണ്ട്. ഇനി ഐ ട്രാവൽ എ ലോട്ട് ഇൻ മൈ ജോബ്. ജമീല സെറ്റ് ദാറ്റ്. ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ജമീല ആയതുകൊണ്ട് ഷീ എന്ന് എഴുതിയാൽ മതി. ഷീ. പിന്നെ ട്രാവൽ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് വേണ്ടേ? പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അതിനെ പാസ്റ്റ് ടെൻസ് എഴുതണം. ട്രാവൽഡ് എന്ന് എഴുതണം. എ ലോട്ട് ഇൻ ഹെർ ജോബ്. ഇൻ മൈ ജോബ്. മൈ എന്നുള്ളത് എന്തായിട്ട് മാറും? എൻ്റെ എന്നുള്ളത് അവളുടെ എന്നായിട്ട് മാറണം. അപ്പോൾ എന്താവും? ഹെയർ എന്നാവും. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ഹീ സെറ്റ് ടു മീ ദാറ്റ്. അല്ലെങ്കിൽ ഹീ ടോൾഡ് മീ ദാറ്റ് ദ ബേബി ഈസ് എന്നുള്ളതായിട്ട് മാറും. വാസ് എന്നായിട്ട് മാറും അല്ലേ? ബേബി വാസ് സ്ലീപ്പിംഗ്. ഇനി പ്രസന്റ് പെർഫെക്റ്റിനെ എങ്ങനെ മാറ്റാം എന്നാണ്. അതായത് ഹാസ് ഹാവ് ഒക്കെ വരുന്നതിനെ എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെ എങ്ങനെ മാറ്റാം. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒരേ രീതിയിലാണ് മാറുന്നത്. അതായത് ഹാസ് എന്നുള്ളത് ഹാഡ് ആയിട്ട് മാറും. പാസ്റ്റ് ടെൻസ് ഉള്ളൊരു വെർബ് ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിക്കണം. അതായത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും അതിൻ്റെ റിപ്പോർട്ടിങ് ഒരേ രീതിയിലായിരിക്കും. ടെൻസിൻ്റെ കാര്യത്തിൽ ഐ ഹാവ് ഹർട്ട് മൈ ലെഗ് ഷീ സെറ്റ് അല്ലേ? ഇപ്പോൾ ഷീ സെറ്റ് ദാറ്റ്. ഐ എന്നുള്ളത് ഷീ ആണ്, അതുകൊണ്ട് ഷീ എന്ന് എഴുതി. ഇനി ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ഉള്ളത് ഹാഡ് ആണ്. പിന്നെ ഷീ ഹാഡ്. പിന്നെ V3 ഹർട്ട് എന്നുള്ളതിൻ്റെ V3 എന്ന് പറയുന്നത് ഹർട്ട് തന്നെയാണ്. ഷീ ഹാഡ് ഹർട്ട് ഹെർ ലെഗ് എന്ന് പറയാം. ദെൻ വി സ്റ്റേഡ് ഇൻ ദ US ഫോർ എ ഡെക്കേഡ്. 10 വർഷമായിട്ട് ഞങ്ങൾ US-ലാണ്. സുശീൽ സെറ്റ് ദാറ്റ്. സുശീൽ പറയുകയാണ് വി സ്റ്റേഡ്. വി അതായത് സുശീലും തൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ സൂചിപ്പിക്കാനാണ് വി എന്തോ. ഞങ്ങൾ US-ൽ താമസമാക്കിയിട്ട്. അപ്പം ഞങ്ങൾ എന്നുള്ളത് എന്തായിട്ട് മാറും? അവർ എന്നായിട്ട് മാറണം. ദേ എന്നായി അല്ലേ? സുശീൽ സെറ്റ് ദാറ്റ് ദേ. പിന്നെ സ്റ്റേഡ് എന്നുള്ളതാണ് കാണുന്നത്. സ്റ്റേ എന്നല്ലല്ലോ, സ്റ്റേഡ് എന്നുള്ളതല്ലേ? പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ടെൻസിന് നമ്മൾ ഹാഡ് പ്ലസ് V3 എന്നുള്ളതിൽ എഴുതും. അപ്പോൾ എന്താവും? സുശീൽ സെറ്റ് ദാറ്റ് ദേ ഹാഡ്. പിന്നെ സ്റ്റേഡ് എന്നുള്ളതിൻ്റെ V3 എന്ത് തന്നെയാണ്? സ്റ്റേഡ് എന്ന് തന്നെയാണ്. ദേ ഹാഡ് സ്റ്റേഡ് ഇൻ ദ US ഫോർ എ ഡെക്കേഡ്. ദേ ഹാഡ് സ്റ്റേഡ് ഇൻ ദ US ഫോർ എ ഡെക്കേഡ്. ഇനി സുശീൽ എന്നോടാണ് പറയുന്നതെങ്കിലോ ഇവിടെ കാണുന്നത് പോലെ സുശീൽ സെറ്റ് ടു മീ അല്ലെങ്കിൽ സുശീൽ ടോൾഡ് മീ ദാറ്റ് ദേ ഹാഡ് സ്റ്റേഡ് ഇൻ ദ US ഫോർ എ ഡെക്കേഡ്. നെക്സ്റ്റ് ദേ പ്ലേ ടെന്നീസ് ഫോർ ദ ക്ലബ് സെറ്റ് ബാദിഷ ടു മീ. ബാദിഷ എന്നോട് പറഞ്ഞതാണ് അല്ലേ? ബാദിഷ ടോൾഡ് മീ ദാറ്റ്. ഇനി ദേക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്താനുള്ള ദേ തന്നെയാണ്. ദേ പിന്നെ പ്ലേഡ് എന്നുള്ളതാണ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഹാഡും കൂടി ചേർക്കും. ദേ ഹാഡ് പ്ലേഡ് ടെന്നീസ് ഫോർ ദ ക്ലബ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ തന്നെയാണ് പറയുന്നത് വി വാണ്ട് അവർ ജോബ്സ് ബാക്ക്. വി സെറ്റ്. എന്താ പറയുക? വി സെറ്റ് ദാറ്റ് അല്ലേ? വി സെറ്റ് ദാറ്റ്. വി വാണ്ട് ഇറ്റ്. വാണ്ട് എന്നുള്ളത് പ്രസന്റ് ടെൻസ് അല്ലേ? അതിനെ എന്താക്കിയാൽ മതി? പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മതി. വി വാണ്ട് ഇറ്റ്. അവർ എന്നുള്ളതിന് വല്ല മാറ്റവും വരുത്തണോ അവിടെ? വേണോ? കാരണം ഞങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വി സെറ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ദേ എന്നാണെങ്കിൽ ദേർന്നാക്കിയിട്ട് മാറ്റിയാണ്. പക്ഷേ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിൽ കാണുന്നത് വി എന്ന് തന്നെയാണ്. വി സെറ്റ് ദാറ്റ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തിരിച്ചു വേണമെന്ന്. വി സെറ്റ് ദാറ്റ് വി വാണ്ട് ഇറ്റ് അവർ ജോബ്സ് ബാക്ക്. ഇനി ശ്രദ്ധിക്കാനുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യമാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഹാഡ് ബീൻ പ്ലസ് ING എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ആക്കുന്നു, പാസ്റ്റിനെ ഹാഡ് പ്ലസ് V3 എന്നാക്കുന്നു അല്ലേ? ഹാവും ഹാസും ആണെങ്കിൽ അതിനെയും പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് മാറ്റി എഴുതുന്നു. അപ്പോൾ പുതിയൊരു കാര്യം പറയുള്ളൂ. വാസ് ING എന്നുള്ളത് ഹാഡ് ബീൻ പ്ലസ് ING എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. അതായത് ഇറ്റ് വാസ് റെയിനിങ് ഓൾ ഡേ. ഹി ടോൾഡ് മീ ദാറ്റ് ഇറ്റ് വാസ് എന്നുള്ളത് മാറ്റിയിട്ട് ഹാഡ് ബീൻ എന്ന് കൂട്ടിയിട്ട് എഴുതിയാൽ മാത്രം മതി അല്ലേ? ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഓൾ ഡേ. ഇനി ഐ വാസ് വർക്കിംഗ് അറ്റ് ദ ഫാം വെൻ യു കോൾ മീ. ഐ ടോൾഡ് ഹിം ദാറ്റ്. ഞാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഹീ നാക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നതും. ഐ ടോൾഡ് ഹിം ദാറ്റ്
ഐ വാസ് വർക്കിംഗ് എന്നുള്ളത് എന്തായിട്ട് മാറ്റിയാൽ മതി? ഐ ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദ ഫാം വെൻ ഹി കോൾഡ് മീ. അപ്പോൾ നമ്മൾ മാറ്റിയത് എവിടെയൊക്കെയാണ്? ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ വാസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്തായി? വാസ് ഐ എൻ ജി, ഹാഡ് ബീൻ ഐ എൻ ജി ആക്കി മാറ്റിയതുപോലെ ഹാഡ് ബീൻ വർക്കിംഗ് ആക്കി മാറി. അറ്റ് ദ ഫാം മാറ്റം വരുത്താനില്ല. വെൻ യു എന്ന് ഉദ്ദേശിക്കുന്നത് അവനാണ് അല്ലേ? അവനോടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് യു എന്ന് ഉദ്ദേശിക്കുന്നത് അവനെ തന്നെയാണ്. അതുകൊണ്ട് യുവിന് പകരം ഹി എന്ന് വെച്ചാൽ മതി. വെൻ ഹി. അവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, കോൾഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ ഹാഡ് പ്ലസ് V3 വേണ്ടതെന്ന്. വെൻ ഹി ഹാഡ് കോൾഡ് മീ എന്നാക്കണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദ ഫാം വെൻ ഹി കോൾഡ് മീ. ഹി വാസ് പ്രാക്ടീസിങ് കരാറ്റെ ഓൾ ദോസ് ഡേയ്സ്. രേഷ്മ സെറ്റ്. ഇപ്പോൾ വാസ് പ്രാക്ടീസ് എന്നുള്ളത് ഹാഡ് ബീൻ പ്രാക്ടീസ് എന്നാക്കിയാൽ മതി. ഹാഡ് ബീൻ പ്രാക്ടീസിങ്. രേഷ്മ തന്നെ കുറിച്ചല്ല പറയുന്നത്, ഐ എന്നുള്ളതല്ല ഇവിടെ സബ്ജക്റ്റ്. ഒരുപക്ഷെ പുള്ളിക്കാരിയോ മകനെക്കുറിച്ച് പറയുന്നതായിരിക്കാം. ഹി എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് രേഷ്മ സെഡ് ദാറ്റ് ഹി വാസ് പ്രാക്ടീസിങ് എന്നുള്ളതായിട്ട് മാറി. ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് കരാട്ടെ ഓൾ ദോസ് ഡേയ്സ്. അത്രയും മതി അല്ലേ? ഇനി നമ്മൾ കണ്ടീഷണൽസ് നേരത്തെ പഠിച്ച കാര്യമാണ്. കണ്ടീഷണൽസ് ഇഫ് ക്ലോസ് അല്ലേ? ഇഫ് ക്ലോസ് പഠിച്ചതാണ്. അതിൽ ഒരേ ഒരു കണ്ടീഷന് മാത്രമേ നമ്മൾ മാറ്റം വരുത്തുന്നുള്ളൂ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്നുള്ളത് സെക്കൻഡ് കണ്ടീഷനായിട്ട് മാറും. സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതായത് റിയൽ കണ്ടീഷൻ മാത്രമേ മാറുന്നുള്ളൂ. അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെ കിടക്കും. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ് സെഡ് ദ ടീച്ചർ. ദ ടീച്ചർ സെഡ് ദാറ്റ് ഇഫ് ദേ വർക്ക് എന്നുള്ള പ്രസന്റ് ആണ്, അതിനെ പാസ്റ്റ് ടെൻസ് ആക്കണം. ഇഫ് ദേ വർക്ക് ഹാർഡ് പിന്നെ ദേ വുഡ് സക്സീഡ്. അതായത് ഫസ്റ്റ് കണ്ടീഷനെ സെക്കൻഡ് കണ്ടീഷൻ ആക്കി. ഇനി അൺറിയൽ അല്ലെങ്കിൽ അൺലൈക്ലി വെർബ്സിനെ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതായത് ഇഫ് ഐ വെയർ യു സെക്കൻഡ് കണ്ടീഷനിൽ വരുന്നൊരു സെന്റൻസ് ആണ്, അൺറിയൽ സെന്റൻസ് ആണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡൻ ലീവ് ഇറ്റ്. ഷീ സെഡ് ടു ഹിം. അവൾ അവനോട് പറയുകയാണ്. ഷീ സെഡ് ടു ഹിം ദാറ്റ് ഇഫ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഷീ അല്ലേ? അവളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐക്ക് പകരമായിട്ട് അവിടെ ഷീ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷീ വെയർ ഹി. നമ്മൾ ഷീ വെയർ ഹിം എന്ന് പറയാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഷീ വെയർ ഹി എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇഫ് ഷീ വെയർ ഹി ഷീ വുഡിൻറ്റ് ലീവ് ഇറ്റ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ടെൻസിൽ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, പ്രൊനൗൺസിൽ മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം വെയർ എന്നുള്ളത് വെയർ ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വുഡ് എന്നുള്ളത് അതിനും മാറ്റം വന്നിട്ടില്ല. എന്തിനു മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ? ആ പ്രോനൗണിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഐ എന്നുള്ളത് മാത്രം ഷീ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇഫ് യു ഹാഡ് ടോൾഡ് മീ അബൌട്ട് ദ പാർട്ടി ഐ കുഡ് ഹാവ് റീച്ച്ഡ് ദർ. തേർഡ് കണ്ടീഷനാണ്. ഇവിടെയും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇവിടെ ആരോട് പറഞ്ഞു ഒന്നുമില്ല, പക്ഷെ നമ്മളൊരു സബ്ജക്റ്റ് കൂട്ടി എഴുതിയിട്ടുണ്ട്. രവി സെഡ് ടു ഹെർ ദാറ്റ് അല്ലേ? ഇഫ് ഷീ ഹാഡ് ടോൾഡ് ഹിം അബൌട്ട് ദ പാർട്ടി ഹി കുഡ് ഹാവ് റീച്ച്ഡ് ദർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് സബ്ജക്റ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റും തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ആഡ് ചെയ്തു അല്ലേ? രവി അവളോട് പറഞ്ഞതായിട്ട് കൂട്ടി. അതായത് രവി സെഡ് ടു ഹെർ ദാറ്റ്, അവളെ അഭിസംബോധന ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യുവിൻ്റെ സ്ഥാനത്ത് ഷീ ആണുള്ളത്. ഇഫ് ഷീ ഹാഡ് ടോൾഡ് മീ എന്നുദ്ദേശിക്കുന്നത് രവി അല്ലേ? ടോൾഡ് ഹിം എന്നായിട്ട് മാറും. ഇഫ് ഷീ ഹാഡ് ടോൾഡ് ഹിം അബൌട്ട് ദ പാർട്ടി ഹി കുഡ് ഹാവ് റീച്ച്ഡ് ദർ. അടുത്തത് ഓർഡേഴ്സിനെയും റിക്വസ്റ്റിനെയും എങ്ങനെ, അതായത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഓർഡറിനെയും റിക്വസ്റ്റിനെയൊക്കെ നമ്മൾ ഇമ്പരേറ്റീവ്സ് എന്നാണ് പറയുക. ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം. ഇമ്പരേറ്റീവ്സിനെ തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. അതിൽ പ്ലീസ് എന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ തുടക്കം തന്നെ ഒരു വെർബിലായിരിക്കും. ഇവിടെ ഡോക്ടറുടെ ഒരു അഡ്വൈസ് കാണാം. ഡോക്ടർ സെഡ് ടു ഹിം അവോയ്ഡ് ജങ്ക് ഫുഡ്. അവോയ്ഡ് എന്നുള്ളത് വെർബല്ലേ? വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. നിങ്ങൾ ജങ്ക് ഫുഡ് ഉപേക്ഷിക്കണം. പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വെർബിൻ്റെ തൊട്ട് മുമ്പ് ടൂവും കൂടി ചേർത്ത് കൊടുത്താൽ ഉഷാറായി. അപ്പോൾ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ വെർബ് ആണ് ആദ്യം വരുന്നത് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. മദർ സെഡ് ടു ഹിം ഡു നോട്ട് വേസ്റ്റ് യുവർ ഫുഡ്. ഇപ്പോൾ ഡോണ്ട് എന്ന് വരികയാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറ്റി എഴുതണം? നോട്ട് ടു എന്നാക്കിയിട്ട് മാറ്റണം കേട്ടോ. മദർ അഡ്വൈസ്ഡ് ഹിം ഡു നോട്ട് എന്നുള്ളത് നോട്ട് ടു എന്നാക്കിയിട്ട് മാറ്റി എഴുതി. നോട്ട് ടു വേസ്റ്റ് മകനോടല്ല പറയുന്നത്, മകനെ അഡ്രസ് ചെയ്തിട്ടാണ് യുവർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹിസ് എന്ന് എഴുതുക. മദർ അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു വേസ്റ്റ് ഹിസ് ഫുഡ്. ഷീ സെഡ് ടു മീ, അതായത് ഷീ ടോൾഡ് മീ പ്ലീസ് ഹെൽപ്പ് മീ. ഒരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണല്ലേ? ഷീ റിക്വസ്റ്റഡ് മീ. പിന്നെ പ്ലീസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലീസ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുക റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റിനോട് എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് എഴുതിയാൽ മതി? വെർബിൻ്റെ തൊട്ട് പുറകിൽ ടൂവും കൂടി ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഷീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹെർ. ഇനി ഹീ സെഡ് ടു ഹിസ് സെർവൻറ്റ് ക്ലീൻ ദ റൂം. ഒരു ഓർഡർ ആണ് അല്ലേ? ഹീ ഓർഡേഡ് ഹിസ് സെർവൻറ്റ് ടു ക്ലീൻ ദ റൂം. എളുപ്പമല്ലേ? ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി പറയുമ്പോൾ ആശ്ചര്യം അല്ലേ? അലാസ്, ഹൊറോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും.
അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, അതൊക്കെയാണ് എക്സ്ക്ലമേറ്ററി. ഇവിടെ കുറച്ച് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും അതിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഷീ സെഡ് വൗ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ഷീ എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ. അല്ലേ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് എക്സ്ക്ലൈംഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് എന്നുള്ള എന്തായിട്ട് മാറ്റി, ഇറ്റ് വാസ് എന്നാക്കിയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിലും കൂടി എഴുതാൻ പറ്റും. ഷീ എക്സ്ക്ലൈംഡ് വിത്ത് വണ്ടർ ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അല്ലേ, ഇപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നുള്ളതിൻ്റെ അർത്ഥം പ്രസൻറ്റ് ടെൻസിന് എന്താക്കിയാൽ മതി, ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ് എന്നാക്കിയാൽ മതി. എന്തായി, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. മാസ്റ്റർ സെറ്റ് ഹുറാ, സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കാണ് ഹുറാ അല്ലെങ്കിൽ വോ എന്നൊക്കെ ഉള്ളത്. അല്ലേ, ഹുറാ വി ഹാവ് വൺ ദ മാച്ച്. മാസ്റ്റർ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് ദേ ഹാഡ് വൺ ദ മാച്ച്. അല്ലേ, വി ഹാവ് വൺ ദ മാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി എന്ന് ഉദ്ദേശിക്കുന്നത് അവരെയാണ്. അല്ലേ, മാസ്റ്ററിൻ്റെ ടീമിനെയാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വി എന്നുള്ളത് എന്തായിട്ട് മാറും, ദേ എന്നായിട്ട് മാറണം. ഹാവ് എന്നുള്ളത് ഹാഡായിട്ട് മാറണം. ദേ ഹാഡ് വൺ ദ മാച്ച്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവി രേവതി റിമാർക്ഡ്. രേവതി റിമാർക്ഡ് ദാറ്റ് എന്ന് എഴുതാം. അതിലെങ്കിലോ രേവതി എക്സ്ക്ലൈംഡ് ദാറ്റ്. വാട്ട് എ വണ്ടർഫുൾ മൂവി എന്നുള്ളതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് വാസ് എന്നാക്കിയാൽ മതി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. നെക്സ്റ്റ് കൺഗ്രാജുലേഷൻ ആണ്. അല്ലേ, കൺഗ്രാജുലേഷൻ യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ ഫൈനൽ മാച്ച് സെഡ് മൈ ട്രെയിനർ ടു മീ. ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് ആദ്യം ഉള്ളത് കൊണ്ട് സെറ്റ് ടു മീ മാറ്റിയിട്ട് എന്തൊക്കെ എഴുതിയാൽ മതി, കൺഗ്രാജുലേറ്റഡ് എന്ന് എഴുതിയാൽ മതി. മൈ ട്രെയിനർ കൺഗ്രാജുലേറ്റഡ് മീ ദാറ്റ്. യു എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ അല്ലേ, അതുകൊണ്ട് ഐ എന്ന് എഴുതുക. ഐ ഹാവ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ ആക്കി. ഐ ഹാഡ് ബീൻ സെലക്ടഡ് ഫോർ ദ ഫൈനൽ മാച്ച്. ഇനി ചില സമയത്ത് പ്രോനൗൺസിന് മാത്രം ചേഞ്ച്, അതുപോലെ വെർബിന് ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുക, അതായത് ടെൻസുകൾക്ക് ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടിംഗ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇൻട്രൊഡക്ടറി വെർബ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസോ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആ സെന്റൻസിലുള്ള ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ഉദാഹരണത്തിന് നമ്മളിതുവരെ ഷീ സെഡ്, ഷീ ടോൾഡ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പാസ്റ്റ് ടെൻസിലുള്ള റിപ്പോർട്ടിംഗ് വെർബായിരുന്നു. എക്സാംസിന് ഈ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ കേട്ടോ, അത് ഓർത്ത് വയ്ക്കണം. ഷീ സെയ്സ് അല്ലെങ്കിൽ ഷീ വിൽ സേ അല്ലെങ്കിൽ ഷീ ഹാസ് സെഡ് ദാറ്റ്. ഐ ക്യാൻ കുക്ക് വെൽ എന്നുള്ളത് എന്തായിട്ട് മാറി, ഐ എന്നുള്ളത് ഷീ എന്നായിട്ട് മാറും. ക്യാൻ എന്നുള്ളതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്താണ്, അവിടെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് വിൽ സേ, അതല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ഹാസ് സെഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ ടെൻസ് മാറ്റണ്ട എന്നുള്ളതാണ്. അടുത്തൊരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ടെൻസുകൾ മാറ്റി എഴുതാറില്ല. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഒരു ട്രൂത്താണ്. ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലാതെ ദ സൺ റൈസ്ഡ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അമ്മ പറയുന്നുണ്ട് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് ഏർലിയർ ഇൻ ദ വിന്റർ. വിന്റർ ആകുമ്പോൾ എന്താവും, നേരത്തെ ഇരുട്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ടെൻസ് മാറ്റിയിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡും തേർഡും കണ്ടീഷൻസിൽ നമ്മൾ ഈ ടെൻസ് മാറ്റാറില്ല. പിന്നെ പാസ്റ്റ് ടെൻസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കിയിട്ട് എഴുതുന്നു പറഞ്ഞു. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ് തന്നിട്ടുള്ള സെന്റൻസ് എങ്കിൽ അതിനും ഒരു മാറ്റവും വരില്ല. പിന്നെ മാറ്റം വരാത്തത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഓട്ട്, മസ്റ്റ് ഇതൊക്കെ വരുന്ന സെന്റൻസുകളാണെങ്കിൽ അതും പിന്നീട് അങ്ങോട്ട് മാറുകയില്ല. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒന്ന് നോക്കി നോക്കുക. ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് ഐ കുഡ് ട്രൈ വൺ ഓഫ് ദോസ്. ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പോൾ ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ സെഡ് എന്ന് പറഞ്ഞാലും മതി. ദാറ്റ് ഇപ്പോൾ മോഡേൺ ഇംഗ്ലീഷ് പലപ്പോഴും ഒഴിവാക്കി കാണാറുണ്ട്. ദാറ്റ് നിട്ടയും കൊണ്ട് ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് എന്ത് വേണം, ദാറ്റ് എന്ന് വേണമെന്നായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഹീ സെഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് ഹീ കുഡ് എന്നുള്ളത് കുഡ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഹീ കുഡ് ട്രൈ വൺ ഓഫ് ദോസ്. ഇപ്പോൾ വുഡും കുഡും ഒന്നും അവിടുന്ന് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത രണ്ട് സെൻറ്റൻസിലും കാണാനുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറീസ് ആയിട്ടുള്ള വുഡോ, ഷുഡോ, കുഡോ, മൈറ്റ്, ഓട്ട്, മസ്റ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ടെൻസ് മാറ്റണ്ട എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് നോക്കിയാലോ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള എക്സസൈസ് കൂടി ഒന്ന് നോക്കാം. ഹീ സെഡ് ഐ ഡോണ്ട് ഫീൽ ഗുഡ്. ഹീ സെഡ് എന്ന് മാത്രമേ ഉള്ളൂ, ആരോട് പറഞ്ഞു എന്നില്ല. ഇപ്പം എന്ത് പറഞ്ഞാൽ ഹീ സെഡ് ദാറ്റ്. പിന്നെ ഐ എന്നുള്ളത് ഹീ എന്ന ആളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീ തന്നെയാണ്. ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആയി. ഇപ്പോൾ ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണെന്ന് നിങ്ങൾക്കറിയണം. അതുപോലെ എക്സസൈസ് മുഴുവൻ നിങ്ങൾ നോക്കുക. സോ ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് വെരി കെയർഫുള്ളി ആൻഡ് ട്രൈ ടു ആൻസർ ഇറ്റ് ബൈ യുവർ സെൽഫ്. അപ്പോൾ ഉത്തരം എഴുതുന്നത് വരെ ഇതൊന്ന് പോസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയ ഉത്തരവും ഇതിലെ ഉത്തരവും സെയിം ആണോ എന്ന് ഒന്ന് നോക്കി വെക്കണം കേട്ടോ.
അങ്ങനെ 14 എക്സസൈസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ 14 എണ്ണവും സ്വയം ചെയ്യുക. അതിനുശേഷം ഒരു സെൽഫ് വാല്യുവേഷൻ നടത്തുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, പറയാൻ ബാക്കി വെച്ചത്. എന്താണത്? ഓക്കെ, താങ്ക് യു.